Dear students, welcome to Business Studies class. നമ്മൾ ബിസിനസ് സർവീസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബാങ്കിങ് നമ്മൾ പഠിച്ചു. നമ്മൾ രണ്ടാമത്തെ ബിസിനസ് സർവീസസ് ആണ് ഇൻഷുറൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കേസ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇൻഷുറൻസിൻ്റെ മീനിങ്ങിലേക്ക് വരാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഗൾഫിലായിരുന്നു. കൊറോണയൊക്കെ തുടങ്ങിയപ്പോൾ ഗൾഫിലെ വാസം മതിയാക്കേണ്ടി വന്നു. അപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നു. അദ്ദേഹം പയ്യന്നൂർ കുറച്ച് കയ്യിലുണ്ടായിരുന്ന പണവും കുറച്ച് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ഒരു കട തുടങ്ങി. ഇപ്പോൾ ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചിലവാക്കി. കയ്യിൽ കൊണ്ടായിരുന്ന കുറച്ച് പണവും ബാക്കി കുറേ കൂടുതൽ ലോണൊക്കെ ആക്കിയാണ് ബിസിനസ് തുടങ്ങിയത്. അപ്പോൾ ബിസിനസ് തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഏകദേശം ഒരു 90% കത്തി നശിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ആകെ ഉണ്ടായിരുന്ന പണമെല്ലാം സ്വരുക്കൂട്ടി കുറേ കടവുമായി അതെല്ലാം വെച്ചാണ് ഈ ബിസിനസ് തുടങ്ങിയത്. ആ ബിസിനസ്സിലാണ് തീപിടുത്തം ഉണ്ടാകുകയും വൻപിച്ച നഷ്ടം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ആദ്യം മുതൽ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 പൈസയില്ല. പക്ഷേ അദ്ദേഹം വളരെ കൂളായിട്ടാണ് ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്തത്. തീപിടുത്തം ലഘൂകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചു. അവരൊക്കെ തീ കെടുത്തി. നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തി. ഏകദേശം തുണിത്തരങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു പോയി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? അദ്ദേഹം എന്തുകൊണ്ടാണ് വളരെ കൂളായിട്ട് അതിനെ ഫേസ് ചെയ്തത്? അതിനൊരു കാരണമേ ഉള്ളൂ. അദ്ദേഹം ബിസിനസ് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങും ബിസിനസ് മുഴുവൻ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊരു നഷ്ടവും വരില്ല. കാരണം അദ്ദേഹത്തിന് വന്ന നഷ്ടം മുഴുവൻ ഇൻഷുറൻസ് കമ്പനി അദ്ദേഹത്തിന് റീഇംബേഴ്സ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പഴയതുപോലെ ആ ബിസിനസ് ആദ്യം മുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ കൂളായിട്ട് ഈ ഒരു സിറ്റുവേഷനെ അഭിമുഖീകരിച്ചത്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ റിസ്ക്, ബിസിനസ്സിൻ്റെ റിസ്ക് നമ്മൾ നേരത്തെ പഠിച്ചു. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചു. എല്ലാ ബിസിനസ്സിലും റിസ്ക് ഉണ്ട്. ഈ റിസ്ക് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടീസ് മുഴുവൻ ഇൻഷുർ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ്. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓർ എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഇൻഷുറൻസിൽ ഈ കോൺട്രാക്റ്റിൽ 2 പാർട്ടീസ് ഉണ്ട്. വൺ പാർട്ടി എഗ്രീസ് ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ ടു പേ ആൻ എഗ്രീഡ് എമൗണ്ട് ഓഫ് മണി ടു അനദർ പാർട്ടി. ഒരു പാർട്ടി രണ്ടാമത്തെ പാർട്ടിക്ക് ഒരു എഗ്രീഡ് എമൗണ്ട് പേ ചെയ്യാം എന്ന് പറയുന്നു. എന്തിനായിരിക്കും? ടു മേക്ക് ഗുഡ് എ ലോസ്, ഡാമേജ് ഓർ ഇഞ്ചുറി ടു സംതിങ് ഓഫ് വാല്യൂ ഇൻ വിച്ച് ദ ഇൻഷുർഡ് ഹാസ് എ പെക്യുനിയറി ഇൻട്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് സം അൺസർട്ടൺ ഈവൻറ്റ്. ഒരു അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു സംഭവം, തീപിടുത്തം, മോഷണം തുടങ്ങിയ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു സംഭവം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിന്, ഡാമേജിന് അല്ലെങ്കിൽ ഇഞ്ചുറിക്ക് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയോട് എഗ്രി ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ്. ഈ എഗ്രിമെൻറ്റിന് ഒരു കൺസിഡറേഷനുണ്ട്. അതിനൊരു പ്രതിഫലം കൊടുക്കണം. അതിന് ഒരു എമൗണ്ട് വിൽ ബി പെയ്ഡ് പീരിയോഡിക്കലി. ഈ എമൗണ്ട് പേ ചെയ്യുന്ന കൺസിഡറേഷനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ്, ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓർ എഗ്രിമെൻറ്റ് under which one party agrees in return for a consideration. ഒരു പാർട്ടി ഒരു കൺസിഡറേഷന് അല്ലെങ്കിൽ പ്രീമിയം വാങ്ങിയിട്ട് എഗ്രി ചെയ്യുന്നത്. എന്താണ് എഗ്രി ചെയ്യുന്നത്? ടു പേ ആൻ എഗ്രീഡ് എമൗണ്ട് ഓഫ് മണി ടു അനദർ പാർട്ടി. മറ്റേ പാർട്ടിക്ക് ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കാം. എന്തിനു വേണ്ടി? ടു മേക്ക് ഗുഡ് എ ലോസ്, നഷ്ടം നികത്താൻ വേണ്ടി. എന്തുകൊണ്ടുണ്ടായ നഷ്ടമാണ്? damage or injury to something of value in which the insured has a pecuniary interest.
ആസ് എ റിസൾട്ട് ഓഫ് സം അൺസർട്ടൺ ഈവൻറ്റ്. അപ്രതീക്ഷിതമായൊരു സംഭവം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിനോ പ്രോപ്പർട്ടിക്കോ എന്തെങ്കിലും ഡാമേജ്, നഷ്ടങ്ങൾ വന്നാൽ ഈ നഷ്ടം നികത്തി കൊടുക്കാം എന്ന് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് ഒരു നിശ്ചിത പ്രതിഫലത്തിന് എഗ്രി ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഷുറൻസിൽ 2 പാർട്ടീസ് ഉണ്ട്. ഒന്ന് ഇൻഷുറൻസ് എടുക്കുന്ന ആൾ, ദ പേഴ്സൺ ഹൂ ഇൻഷുവേഴ്സ് ഹിസ് പ്രോപ്പർട്ടി. ഇൻഷുർ ചെയ്യുന്ന ആളെ നമ്മൾ ഇൻഷുർഡ് എന്നാണ് പറയുന്നത്. ഇൻഷുർഡ്. ഓക്കെ, ദ പേഴ്സൺ ഹൂ ഇൻഷുവേഴ്സ് ഹിസ് ലൈഫ് ഓർ പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഇൻഷുർഡ്. ഈ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ പറയുന്നത് ഇൻഷുറർ എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനിയെ ഇൻഷുറർ എന്ന് പറയും. ഈ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡും തമ്മിൽ ഉള്ള എഗ്രിമെൻറ്റ് അതൊരു റിട്ടേൺ എഗ്രിമെൻ്റ് ആയിരിക്കും. ഈ റിട്ടേൺ എഗ്രിമെൻറ്റിനെ നമ്മൾ പോളിസി എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ 3 ടേമായി: ഇൻഷുർഡ്, ഇൻഷുറർ, പോളിസി. നെക്സ്റ്റ്, പീരിയോഡിക്കലി എ കൺസിഡറേഷൻ, ഒരു പ്രതിഫലം കൊടുക്കണം ഇൻഷുറൻസ് കമ്പനിക്ക്. ഇങ്ങനെ റിസ്ക് ഏറ്റെടുക്കുന്നതിന്, നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് ഇൻഷുറൻസ് കമ്പനിക്കൊരു പ്രതിഫലമായിട്ട് ഒരു എമൗണ്ട് കൊടുക്കണം. ഈ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേംസ് ഓർത്തിരിക്കുക: ഇൻഷുറർ, ഇൻഷുർഡ്, പോളിസി, പ്രീമിയം. നെക്സ്റ്റ്, ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ്. തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എല്ലാ ബിസിനസ്സുകൾക്കും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനും, നമുക്കൊക്കെ വീടുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീടുകളടക്കം ദേ ആർ സബ്ജക്റ്റ് ടു ദി ആക്സിഡൻറ്റ് ഓഫ് ഫയർ. ഒരു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ മതി ഒരു തീപിടുത്തം ഉണ്ടാകാൻ. ഓക്കെ, അപ്പോൾ എല്ലാ ബിസിനസ്സുകൾക്കും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു റിസ്ക്കാണ് ഇത്തരത്തിൽ ഈ ഫയർ, തെഫ്റ്റ്, ബർഗ്ലറി. ഇതൊക്കെ എല്ലാ ബിസിനസ്സുകൾക്കുമുള്ള ഒരു റിസ്ക്കാണ്. വാഹനം ഓടിക്കുന്നവർക്കെല്ലാം ആക്സിഡൻറ്റ് എന്ന ഒരു റിസ്ക് അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരേ റിസ്ക് ഫേസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഈ റിസ്ക് ഷെയർ ചെയ്യുന്നു. അതാണ് നമ്മൾ ഇൻഷുറൻസിൽ സംഭവിക്കുന്നത്. So basic principle of insurance is that an individual or a business concern chooses to spend a definitely known sum in place of a possible huge amount involved in an indefinite future loss. ഒരു തീപിടുത്തമുണ്ടായാൽ നമ്മളൊരു 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം മുടക്കി ഒരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ഒരു 20 ലക്ഷം മുടക്കി നമ്മളൊരു വീട് പണിതു. ഒരു വെള്ളപ്പൊക്കമുണ്ടായി, അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി, അല്ലെങ്കിൽ ഒരു തീപിടുത്തമുണ്ടായി. അങ്ങനെ നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ ഈ പണം മുഴുവൻ. അപ്പോൾ ഇത്രയും വലിയൊരു നഷ്ടം നമുക്ക് ഭാവിയിൽ വന്നാൽ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലേ? നമുക്കൊന്നുമില്ലാത്തവരായി നമ്മൾ വീണ്ടും മാറും. അപ്പോൾ ഈ ഒരു റിസ്കിനെ ഒരു ചെറിയ പ്രീമിയം കൊണ്ട് നമുക്ക് തടയാൻ കഴിയുമെങ്കിൽ നമുക്ക് ആ റിസ്ക് സംഭവിക്കും, പക്ഷെ അതുകൊണ്ടുള്ള ലോസ് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് എല്ലാവരും തയ്യാറാകും എന്നതാണ് ഇൻഷുറൻസിൻ്റെ അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇൻഡിവിജ്വൽ ഓർ എ ബിസിനസ് കൺസേൺ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ്, ദേ ചൂസ് ടു സ്പെൻഡ് എ ഡെഫിനിറ്റ്ലി നോൺ സം. പ്രീമിയം കൊടുക്കണം എന്നത് നിർബന്ധമാണ്. ഡെഫിനിറ്റ്ലി നോൺ സം ഇൻ പ്ലേസ് ഓഫ് എ പോസിബിൾ ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ്ഡ് ഇൻ ആൻ ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ ലോസ്. ആ ലോസ് വന്നാൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടവും ഈ പ്രീമിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ ഈ പ്രീമിയം കൊടുക്കുന്നതാണ്. കാരണം പ്രീമിയം വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ആയിരിക്കും നമ്മൾ ലോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് ഒരു ഇൻഷുറൻസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻഷുറൻസ് ഈസ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സ്മോൾ പീരിയോഡിക് പേയ്മെൻറ്റ് വിച്ച് ഈസ് കോൾഡ് പ്രീമിയം ഫോർ എ റിസ്ക് ഓഫ് ലാർജ് പോസിബിൾ ലോസ്. ഇപ്പോൾ സാധ്യതയുള്ള വലിയൊരു നഷ്ടത്തിനെ ചെറിയ ഒരു പീരിയോഡിക് പേയ്മെൻറ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷുർ ചെയ്തതുകൊണ്ട് തീ പിടിക്കില്ല എന്നില്ല, റിസ്കിനെ നമുക്ക് തടയാൻ കഴിയില്ല, പക്ഷേ ആ റിസ്ക് സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടത്തെ നമുക്ക്
തടയാൻ കഴിയും. ഓക്കെ, ഈ പ്രിൻസിപ്പിൾ ഇതാണ് ഒരു ഇൻഷുറൻസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഇൻഡിവിജ്വൽ or a business concern choose to spend a definitely known sum in place of a possible huge amount involved in an indefinite future loss. Next, functions of insurance. ഇൻഷുറൻസിന് 4 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഒന്ന്, പ്രൊവൈഡിങ് സെർട്ടനിറ്റി. 2, പ്രൊട്ടക്ഷൻ. 3, റിസ്ക് ഷെയറിംഗ്. And 4th, assist in capital formation. Let's study one by one. First, providing certainty. Future is always uncertain. ഭാവി അനിശ്ചിതമാണ്. ഇപ്പോൾ കൊറോണ കാലമാണ്. ഈ കൊറോണ എപ്പം അവസാനിക്കും എന്ന് പോലും നമുക്ക് അറിയില്ല. ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബിസിനസ്സിന് സ്മൂത്ത് ആയിരിക്കുമോ? എന്ത് സംഭവിക്കുന്നു? ഭാവിയെക്കുറിച്ച് നമുക്ക് തികച്ചും അവ്യക്തതയാണ്. അതാണ് നമ്മൾ അൺസേർട്ടൻ ആണ്. ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസേർട്ടൻ. ഇതിനെ നമുക്ക് കുറേയൊക്കെ സേർട്ടൻ ആക്കുക. അതെങ്ങനെ സേർട്ടൻ ആക്കുക? നമ്മൾ ഫ്യൂച്ചറിലെ ഒരു അൺസേർട്ടനിറ്റി എന്ന് പറയുന്നത് റിസ്ക് എന്ന് തന്നെ. പോസിബിലിറ്റി ഓഫ് ലോസ്, പോസിബിലിറ്റി ഓഫ് ഇൻകറിങ് എ ലോസ്, നഷ്ടം വരാനുള്ള സാധ്യത. അത് തീപിടുത്തം കൊണ്ടോ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലോ ആകാം. അപ്പോൾ ഈ നഷ്ടം വരാനുള്ള സാധ്യത അതിനെ നമുക്ക് ഇൻഷുറൻസ് കൊണ്ട് ഇൻഷുറൻസ് മേക്ക് ഇറ്റ് സർട്ടൻ ദാറ്റ് ഈവൻ ഇഫ് യു സസ്റ്റെയിൻ എ ലോസ് ദ ലോസ് വിൽ ബി റീഇംബേഴ്സ്ഡ്. ഇപ്പോൾ ഇൻഷുറൻസിൽ നമുക്കൊരു കാര്യം ഉറപ്പ് തരുന്നു, നിങ്ങൾക്കൊരു നഷ്ടം വന്നാലും ആ നഷ്ടം ഞങ്ങൾ റീഇംബേഴ്സ് ചെയ്യാം. ഈ ഒരു സെർട്ടനിറ്റിയാണ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് പ്രൊട്ടക്ഷൻ. ഇൻഷുർ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് റിസ്ക് ഉണ്ടാകില്ല എന്നില്ല. റിസ്ക് ഈസ് ദെയർ, ബട്ട് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് ദ ഇൻഷുർ ഫ്രം ദ ഫിനാൻഷ്യൽ ലോസ്. സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് ഇൻഷുർഡിന് സംരക്ഷണം കൊടുക്കുകയാണ് ഇൻഷുറൻസ് ചെയ്യുന്നത്. ദെൻ തേർഡ്, റിസ്ക് ഷെയറിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരേ റിസ്ക് ഫേസ് ചെയ്യുന്ന നമ്മൾ വാഹനങ്ങളൊക്കെ ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം റോഡിലിറക്കാൻ പാടില്ല. അപ്പോൾ ഈ വാഹനങ്ങൾക്ക് സംഭവിക്കുന്ന അപകടം മൂലം വരുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി ആണ് ഇൻഷുർ ചെയ്യുന്നത്. ഇൻഷുർ ചെയ്തതുകൊണ്ട് അപകടം സംഭവിക്കില്ല എന്നില്ല. അപ്പോൾ ഈ വാഹനം ഉള്ള എല്ലാവരും കൂടി, അതായത് ഒരു 1000 വാഹനങ്ങളുണ്ടെങ്കിൽ 1000 വാഹനങ്ങൾക്കും ഒരേ സമയം അപകടം സംഭവിക്കില്ല. അതിലൊരാൾക്കായിരിക്കും അല്ലെങ്കിൽ 2 പേർക്കായിരിക്കും അപകടം സംഭവിക്കുന്നത്. ഈ 2 പേർക്ക് സംഭവിക്കുന്ന അപകടം മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം 1000 പേരും കൂടി അങ്ങ് ഷെയർ ചെയ്യുന്നു. ഇതാണ് ഇൻഷുറൻസിൽ ചെയ്യുന്നത്, റിസ്ക് ഷെയറിംഗ്. ആൻഡ് ലാസ്റ്റ്, ക്യാപിറ്റൽ ഫോർമേഷൻ. ഇൻഷുറൻസ് കമ്പനി പ്രീമിയം കളക്ട് ചെയ്യുന്നുണ്ട്. പ്രീമിയം, every insured have to pay a periodic premium to the insurance company. ഇങ്ങനെ കളക്ട് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രീമിയം ഇൻഷുറൻസ് കമ്പനി പ്രോഫിറ്റബിളായ വെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ദസ് ഇറ്റ് ലീഡ്സ് ടു ക്യാപിറ്റൽ formation. Okay, these are the 4 functions of insurance. Okay, in the next class we will study the principles of insurance. Thank you, students.